അപ്പം ഞാൻ ഈ പറയുന്ന നാളുകാർ നിങ്ങൾ നിർബന്ധമായിട്ടും തിരുവോണ ദിവസം രാവിലെ അല്ലെങ്കിൽ വൈകുന്നേരം ഈ ഒരു അമ്പലത്തിൽ പോകണം. നിങ്ങൾ വ്യത്യസ്തമായ ക്ഷേത്രങ്ങളിൽ ചിലപ്പോൾ പോയേക്കാം. പക്ഷേ ഈ ദേവത കുടികൊള്ളുന്ന ക്ഷേത്രത്തിൽ തിരുവോണ ദിവസം ചെല്ലാമെങ്കിൽ നിങ്ങളുടെ ഈ വർഷം വളരെ ഗുണപ്രദമായിട്ട് മാറും. അത് ഉറപ്പുള്ള കാര്യമാണ് കേട്ടോ. പ്രിയപ്പെട്ടവരെ, അപ്പോൾ തിരുവോണം എന്ന് പറയുന്ന ദിവസം അതിവിശേഷമായിട്ടുള്ള ദിവസമാണ്. നമ്മളെല്ലാവരും തന്നെ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധമായിട്ട് തിരുവോണ വിളക്ക് വെച്ച് അതിനുശേഷം രാവിലെ നമ്മൾ അമ്പലത്തിൽ പോകും അല്ലേ. നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള അമ്പലമായിരിക്കും, കുറച്ച് ദൂരെയുള്ള വിശേഷ ക്ഷേത്രമായിരിക്കും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ക്ഷേത്രങ്ങളിൽ പോകും അല്ലേ. അതാണ് നമ്മൾ പൊതുവിൽ ചെയ്തു വരുന്നത്. നല്ല കാര്യമാണ്, എല്ലാവർക്കും അതിനെ കഴിയട്ടെ. ചിലപ്പോൾ ചില സ്ത്രീകൾക്ക് പോകാൻ കഴിഞ്ഞില്ല എന്ന് വന്നേക്കാം, ചിലപ്പം ബാലായ്മ പുലയൊക്കെ ഉള്ള അവർക്ക് പോകാൻ പറ്റിയില്ല എന്ന് വന്നേക്കാം. എന്നിരിക്കലും കഴിയുന്ന എല്ലാവരും അമ്പലത്തിൽ പോകുക സ്വാഭാവികമാണ്. എന്നാൽ ഓരോ വർഷവും നമ്മുടെ നക്ഷത്രങ്ങൾക്ക് ചില ക്ഷേത്രങ്ങളിൽ ബല കൂടുതലായിട്ടുണ്ടായിരിക്കും. ആ ക്ഷേത്രത്തിൽ പോയി കഴിഞ്ഞാൽ ഈശ്വരാധീനം കൂടുതൽ കിട്ടും. ആ വർഷം മുഴുക്കയും അവർക്ക് കൂടുതൽ ഭാഗ്യം കിട്ടും. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടക്ഷേത്രത്തിൽ, നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്ന ക്ഷേത്രത്തിൽ നിങ്ങൾ അന്ന് പോവുക. ഒപ്പം തന്നെ നിങ്ങളുടെ നക്ഷത്രം ഇനി ഞാൻ പറയുന്ന ഇതാണെങ്കിൽ ഞാൻ പ്രത്യേകം എടുത്തു പറയുന്ന ക്ഷേത്രത്തിൽ കൂടെ ഒന്ന് പോവുക. അതിൻ്റെതായ ആ ഒരു ഗുണം ഈ വർഷം മുഴുക്കെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കും. അപ്പോൾ നമുക്ക് അത് ഏതൊക്കെ നക്ഷത്രങ്ങളാണ്, ഏത് ക്ഷേത്രത്തിലാണ് നമ്മൾ പോകേണ്ടത് എന്നുകൂടി ഒന്ന് നോക്കാം. നമസ്കാരം, ഞാൻ RJ അയ്യർ ഹരിചന്ദന മഠം. ഹൈന്ദവ ആചാര സംബന്ധമായ ജ്യോതിഷ മോട്ടിവേഷൻ സംബന്ധമായ ഒട്ടേറെ കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരു വാട്സപ്പ് ചാനൽ നമുക്കുണ്ട്. ഇതിൻ്റെ കീഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിലൂടെ ചാനൽ പ്രവേശിച്ചാൽ നിങ്ങളുടെ പിറന്നാളിന്, നിങ്ങളുടെ കുടുംബ അംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് കേട്ടോ. തിരുവോണ ദിവസം രാവിലെ തന്നെ എഴുന്നേറ്റ് ആ ബ്രഹ്മമുഹൂർത്ത സമയത്ത് തന്നെ തിരുവോണ വിളക്ക് തെളിയിക്കാൻ വിട്ടുപോകരുത്. തിരുവോണ വിളക്ക് യഥാവിധി തെളിയിക്കേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ അറിവുണ്ടായിരിക്കും. ഇനി അതേക്കുറിച്ച് അറിവില്ലെങ്കിൽ തന്നെ ഉടനടി തന്നെ ഞാൻ അതിനെക്കുറിച്ചൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം തിരുവോണ വിളക്ക് എങ്ങനെ രാവിലെ തെളിയിക്കാം എന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം നിങ്ങൾക്ക് കിട്ടുന്നതാണ്. അപ്പോൾ തിരുവോണ വിളക്ക് തെളിയിച്ച് തിരുവോണ ദിവസം കൈനീട്ടം കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പോൾ 1-ാം തീയതിയെ പോലെ തന്നെ തിരുവോണ ദിവസം കൈനീട്ടം വസ്ത്രങ്ങളൊക്കെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയുള്ള സമ്മാനാദികളൊക്കെ കൈമാറ്റം ചെയ്യാം. എന്നിട്ട് രാവിലെ നിങ്ങൾ ക്ഷേത്രത്തിൽ പോകണം. കുടുംബസമേതം ക്ഷേത്രത്തിൽ പോകാമെങ്കിൽ നല്ലത് എന്നേ ഞാൻ പറയുള്ളൂ. ഇനി കുടുംബസമേതം ഒരുമിച്ച് പോകാൻ പറ്റിയില്ലെങ്കിൽ ഒറ്റയ്ക്കായാലും ശരി ക്ഷേത്രത്തിൽ പോകണം. രാവിലെ തന്നെ പോകുന്നത് ഏറെ ഉത്തമം. ഇനി രാവിലെ കഴിഞ്ഞില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും ക്ഷേത്രത്തിൽ പോകണം. അപ്പോൾ ഇനി പറയുന്ന ഈ നക്ഷത്രക്കാർ ഏതൊക്കെ ക്ഷേത്രത്തിൽ പോകണമെന്ന് ഞാനൊന്ന് സൂചിപ്പിക്കുകയാണ്. ഞാൻ ഒന്നുകൂടി പറയുന്നത്, നിങ്ങളുടെ ഇഷ്ടക്ഷേത്രങ്ങളിൽ നിങ്ങൾക്ക് പോകാം. ഒപ്പം തന്നെ നിങ്ങൾ ഈ പറയുന്ന ദേവത, ഈ ശിവനാണെങ്കിൽ ശിവൻ, വിഷ്ണു ആണെങ്കിൽ വിഷ്ണു, അങ്ങനെ നമ്മൾ പറയുന്ന ആ ക്ഷേത്രത്തിൽ കൂടി പോവുക. ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിച്ചിരിക്കുന്ന ക്ഷേത്രത്തിൽ ഈ പറയുന്ന നക്ഷത്രവും ചേർച്ചയുണ്ടെങ്കിൽ അത് വളരെ നല്ല കാര്യം. എങ്കിലും നമുക്ക് നോക്കാം ഏതൊക്കെ ക്ഷേത്രമാണെന്ന്. അശ്വതി, ഭരണി, കാർത്തിക ഈ നക്ഷത്രക്കാര് അന്നേ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തണം. രോഹിണി, മകയിരം, പുണർന്നം ഈ നക്ഷത്രക്കാര് ആ ദിവസം വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തണം. പൂയം, ആയില്യം, മകം ഈ നക്ഷത്രക്കാര് തിരുവോണ ദിവസം ശിവക്ഷേത്ര ദർശനം നടത്തേണ്ടതാണ്. പൂരം, ഉത്രം, അത്തം നക്ഷത്രക്കാര് വിഷ്ണു ക്ഷേത്രം, ദുർഗാദേവി ക്ഷേത്രം ഇതിലേതെങ്കിലും, ഇവ രണ്ടിലും അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒന്നിലെങ്കിലും ദർശനം നടത്തുന്നത് നന്നായിരിക്കും. ചിത്തിര, ചോതി, വിശാഖം കൃഷ്ണൻ, വിഷ്ണു, ശിവ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് നന്നായിരിക്കും. ഈ 3 ക്ഷേത്രങ്ങളിൽ ഇതിലേതെങ്കിലും ഒന്നിലെങ്കിലും ദർശനം നടത്തുന്നത് ഇവർക്ക് ഗുണപരമായിട്ട് കാണപ്പെടുന്നു. അനിഴം, കേട്ട, മൂലം ഇവർക്ക് ശിവൻ, അയ്യപ്പൻ, വിഷ്ണു ക്ഷേത്രങ്ങൾ ഇത് 3-ലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്നിലെങ്കിലും ദർശനം നടത്തുന്നത് ഗുണകരമായിട്ട് കാണുന്നു. പൂരുരുട്ടാതി, ഉത്രട്ടാതി, രേവതി നക്ഷത്രക്കാർക്ക് ശിവൻ, വിഷ്ണു ക്ഷേത്രങ്ങൾ ഏറെ ഗുണകരമായിട്ട് കാണപ്പെടുന്നു. അപ്പം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ക്ഷേത്രം ചിലപ്പോൾ ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള വേറെ ക്ഷേത്രങ്ങളായിരിക്കും. ഇപ്പം തൊട്ടടുത്തുള്ള ഒരു ക്ഷേത്രം അങ്ങനെയൊക്കെ ആയിരിക്കും പോകാനിരിക്കുന്നത്. അപ്പം തന്നെ ഞാൻ ഈ പറഞ്ഞ നക്ഷത്രങ്ങളിൽ പെടുന്നവർ ഈ ക്ഷേത്രങ്ങളിൽ കൂടെ ദർശനം നടത്തിയാൽ ഏറെ പുണ്യകരമായിരിക്കും എന്നാണ് പറയുന്നത്. മാത്രമല്ല ഈ ദിവസം രാവിലെ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ സമർപ്പണം ചെയ്യാൻ
കുറച്ച് പൂക്കളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ക്ഷേത്രത്തിലേക്ക് കൊടുക്കാൻ, ഒരു എണ്ണയോ ഒരല്പം നെയ്യോ അങ്ങനെ എന്തെങ്കിലും കൊണ്ട് വേണം തിരുവോണ ദിവസം ക്ഷേത്രത്തിലേക്ക് പോകാൻ. വെറും കൈയോടുകൂടി തിരുവോണ ദിവസം ക്ഷേത്രത്തിൽ പോകും. നമ്മൾ വിചാരിക്കും ഭണ്ഡാരത്തിൽ ഒരു നാണയം ഇട്ടേക്കാം അല്ലെങ്കിൽ ഒരു രൂപ ഇട്ടേക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കും. പോരാ, നിങ്ങളൊരു സമ്മാനം, ഒരു കാഴ്ച വസ്തുവായിട്ടാണ് ക്ഷേത്രത്തിലേക്ക് കടന്ന് ചെല്ലേണ്ടത്. അത് വളരെ പുണ്യകരമായിരിക്കും. ഇനി ക്ഷേത്രം ഒന്ന് പലപ്പോഴും നമ്മൾ കണ്ടില്ലേ, മഞ്ഞ വസ്ത്രം, അതുപോലെ തന്നെ നെയ്യ്, എണ്ണ, അങ്ങനെ ക്ഷേത്രത്തിൽ ഉപയോഗിക്കുന്ന കാര്യങ്ങൾ എന്തെങ്കിലും കൊണ്ട് നമ്മൾ ആ ക്ഷേത്ര നടയിലേക്ക് ചെല്ലുന്നത് നല്ലത്. ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ടത്, കുടുംബക്ഷേത്രം അരികിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയുമെങ്കിൽ തിരുവോണ ദിവസം നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രം കൂടെ ഒന്ന് ദർശിക്കണം. അത് രാവിലെ കഴിഞ്ഞില്ലെങ്കിൽ വൈകുന്നേരമെങ്കിലും നിങ്ങൾ പോയിട്ടൊന്ന് കുടുംബക്ഷേത്രത്തെ ദർശിക്കുന്നത് ഏറെ പുണ്യമാണ്. കാര്യം ഈ തിരുവോണ ദിവസം തൊട്ട് നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ സംഭവിക്കുന്നത്. ആ ദിവസത്തിന് വലിയ പുണ്യങ്ങളുണ്ട്. പലപ്പോഴും ഒരു ആഘോഷം എന്നുള്ളതിൽ കവിഞ്ഞ് ഈ ദിവസത്തിലെ ശുദ്ധിക്രിയകളെ കുറിച്ചൊന്നും ആർക്കും അറിയില്ല. ഈ വാമനമൂർത്തിയും മഹാബലി തമ്പുരാനും വരുന്നത് ഒരു കഥയിലെ പോലെ നമ്മൾ കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് പോകുന്നു എന്നല്ലാതെ ആ ദിവസത്തിലെ ഈശ്വരീയമായ പുണ്യങ്ങളെ നേടിയെടുക്കാൻ പലർക്കും അറിയില്ല. ഈ ഉത്രാടത്തിന് വൈകുന്നേരം വിളക്ക് തെളിയിച്ച് തലക്കിഴിഞ്ഞ് നാണയം വെച്ച് ക്ഷേത്രത്തിൽ സമർപ്പിക്കുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ളത് പലരും ഇന്ന് അറിയില്ല, പലർക്കും അറിയില്ല. അത് ചെയ്യുക, തിരുവോണ ദിവസം രാവിലെ വിളക്ക് തെളിയിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അതും കൂടെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് അതിൻ്റെതായ ഗുണം കിട്ടുമെന്നേ. അപ്പൊ ആചാരങ്ങൾ പഠിക്കുക, വിശ്വാസത്തോടെ അത് പിന്തുടരുക എന്നൊക്കെ പറയുന്നത് തന്നെ ഹൈന്ദവതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ നിങ്ങൾക്ക് ഈ തിരുവോണം ഒരു മാതൃകയാകട്ടെ എന്ന് കൂടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു. ഇതിൻ്റെ കീഴെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര്, നിങ്ങളുടെ വയസ്സ്, നിങ്ങളുടെ നക്ഷത്രം ഇവ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ്. ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത്. കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഇനി തൊട്ട് ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളുടെ കീഴിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് ഇങ്ങനെ കൊടുത്താൽ മതി. അതിനായിട്ട് ഇതുവരെയ്ക്കും നിങ്ങൾ ചാനൽ ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിലോ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലോ അതുകൂടി ചെയ്യാൻ താല്പര്യപ്പെടുന്നു. ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ്. ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഇത് നൽകിയിരിക്കുന്നത്. നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല. നിങ്ങളുടെ പേര്, നിങ്ങളുടെ സ്ഥലം ഇവ രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നൽകുന്നതാണ്. ആ മാർഗ്ഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ്. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ യൂട്യൂബിൽ ഒരു സ്റ്റോർ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ആവശ്യമുള്ള പൂജാ സാധനങ്ങൾ മേടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റോറാണിത്. കുറേ സാധനങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ ആവശ്യത്തിന് വേണ്ടുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾക്ക് ആ തുകയ്ക്ക് മേടിക്കാൻ ഇത് ഗുണകരമാണോ എന്നൊക്കെ ഒന്ന് സെർച്ച് ചെയ്തിട്ട് വേണമെങ്കിൽ ഇത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ്. ഈ രീതിയിലാണ് മൊബൈൽ ഫോണിൽ കാണപ്പെടുക. കണ്ടില്ലേ, ഇങ്ങനെ നമുക്ക് സ്റ്റോർ നോക്കിയിട്ട് നമുക്കതിൽ പ്രവേശിക്കാം. ഇതിൽ കുറേ കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. പുതുതായിട്ട് ചില കാര്യങ്ങൾ ഉടനെ ആഡ് ചെയ്യുന്നതാണ്. ഈ രീതിയിലാണ് നമ്മൾ കമ്പ്യൂട്ടറിലൂടെ ലാപ്ടോപ്പിലൂടെയൊക്കെ നോക്കുമ്പോൾ കാണപ്പെടുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. മൊബൈൽ ഫോൺ വഴിക്കും കമ്പ്യൂട്ടർ വഴിക്കും നിങ്ങൾക്കത് ചെയ്യാവുന്നതാണ്. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിശേഷമായിട്ട് വീണ്ടും കണ്ടുമുട്ടും വരെ എല്ലാവർക്കും നമസ്കാരം. നിങ്ങളുടെ സ്വന്തം RJ ഹരിചന്ദ്ര മഠം. നമസ്തേ.